ഈ കർണൻ എന്ന കഥാപാത്രം എങ്ങനെ ഈ വിധത്തിലായി എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ളൊരു വിഷയമാണ്. അപകർഷതാബോധം കർണനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ജന്മം കൊണ്ട് സൂതനാണെന്ന് പരക്കെ അറിയപ്പെട്ടു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള മറ്റ് പാണ്ഡവരോടൊപ്പം സ്ഥാനം ലഭിച്ചില്ല. അങ്ങനെയാണ് ആ അപകർഷതാബോധം പേറിയാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ ജീവിതം മുഴുവൻ അവന് ഒരു ശാപമായിട്ട് തീരും. വാസ്തവത്തിൽ കർണൻ ആ വിധത്തിലുള്ള കഥാപാത്രമാണ്. ആജീവനാന്തം ഒരു ശാപം. തൻ്റെ വ്യക്തിത്വം, തൻ്റെ മഹത്വം എന്താണെന്ന് അറിയാമായിരുന്നിട്ടും പക്ഷേ അദ്ദേഹത്തിൽ പല സ്വഭാവ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിന്നു. ഒരിടത്ത് വലിയ കരുണ, മറ്റൊരിടത്ത് പക, വിദ്വേഷം. അപ്പം പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള, ഘടകവിരുദ്ധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ കർണനിൽ കാണുന്നുണ്ട്.